ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ചാപ്റ്റർ 1 നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പറാണ്. എങ്ങനെയാണ് ഒരു നമ്പറിൽ നിന്ന് ഗ്രേറ്റ് നമ്പറും സ്മോൾ നമ്പറും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 249 തന്നാൽ അതിലെ സ്മോളസ്റ്റ് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നമ്പേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് തരിക. 2, 4, 9 തന്നാൽ അതിലെ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അതിൽ നിന്ന് ഏറ്റവും സ്മോളായ നമ്പർ എടുക്കുക 2. പിന്നെ ബാക്കിയുള്ളതിൽ ഏതാണ് സ്മോൾ നോക്കുക 4. ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. ഇനി ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ തരുമ്പോൾ ഇതിൽ തന്നെ ഏതാണ് ഏറ്റവും വലുത് നോക്കാം. 9 ആണ് ഏറ്റവും വലുത്. അപ്പം 9. ബാക്കിയുള്ളതിൽ ഏറ്റവും വലുത് ഏതാണ് നോക്കുക 4, 2. അപ്പോൾ ഇങ്ങനെയാണ് സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനൊരു നമ്പർ തരാം, അതിൽ നിന്ന് സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റും കണ്ടുപിടിച്ച് എഴുതണേ. ഇനി ഞാൻ 3 നമ്പർ തരാം, അതിന് സ്മോളസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം. 0, 3, 8. ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കുക. അതായത് ഈ നമ്പേഴ്സ് തന്നെ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ ചെറുത്. എങ്ങനെ ഗ്രേറ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് വലുതുള്ളത് കൊണ്ട് വലുത് എഴുതുക. ഇനി ബാക്കിയുള്ളത്, എന്നിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് അതിന് വലുത് എഴുതുക. പിന്നെ ലാസ്റ്റ് ഒരു 0 എഴുതുക. സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനോ? ഫസ്റ്റ് ഇതിൽ ഏതാണോ ഏറ്റവും ചെറുത് അത് നോക്കി എഴുതുക. എന്നിട്ട് ബാക്കിയുള്ളത് 3ഉം 8. അതിൽ നിന്ന് ഏതാണോ ചെറുത് അതെടുത്ത് എഴുതുക. പിന്നെ 8 മാത്രമേ ബാക്കിയുള്ളൂ, അത് എഴുതുക. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സാണ്. 10 വരെയുള്ള ഓഡ് നമ്പർ ഒന്ന് എഴുതിയേ. 10 വരെയുള്ള ഓഡ് നമ്പർ. ഈവൻ നമ്പർ എഴുതി. 6. ഇനി ഇതിപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക, ഈ നമ്പേഴ്സ് പഠിച്ചു വെക്കുക. ഇനി 2 അക്ക നമ്പർ തന്നാൽ 3 അക്ക നമ്പർ തന്നാലൊക്കെ ഓഡ് നമ്പറും ഈവൻ നമ്പറും കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. അതായത് ഒരു 4 ഡിജിറ്റുള്ള നമ്പർ തരാം. 3, 1, 4, 7. ഇനി 8, 6, 3. 3, 4, 6, 8. 9, 8, 30. 6, 8, 59. ഇതിൽ നിന്ന് ഓഡ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഓഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഡിജിറ്റാണ് നമ്മൾ നോക്കേണ്ടത്? ഇതിലെ ഏത് ഭാഗമാണ് നോക്കേണ്ടത്? ഫസ്റ്റ് ഭാഗമല്ല, ഈ ലാസ്റ്റ് ഭാഗം നോക്കുക. എല്ലാ നമ്പറിൻ്റെയും ഈ ലാസ്റ്റ് ഭാഗം നോക്കുക. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓഡ് നമ്പറാണോ ഇത് ഈവൻ നമ്പറാണോ എന്ന് കണ്ടെത്തുക. 7 ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ ഓഡ് നമ്പറിൽ എഴുതുക. ഇനി
3 ഓഡ് നമ്പറാണോ? 3 നോക്ക്, 3 ഓഡല്ലേ? ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ 863 എന്തായിരിക്കും? 863 ഈവൻ. അല്ല, ലാസ്റ്റ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഓഡും ഈവനും കണ്ടുപിടിക്കേണ്ടത്. 3 വരുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ ലിസ്റ്റിലാണ്. അപ്പം 863 ഓഡ് നമ്പറാണ്. മനസ്സിലായോ? ഇനി ഇത് ഈ നമ്പറിൽ 3468 8 അല്ലേ ഏറ്റവും ലാസ്റ്റ് വരുന്നത്? 8 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇതെന്തിലെടുത്ത് എഴുതണോ? ഈവൻ നമ്പറിൽ എഴുതണം. അടുത്ത് ഞാൻ എഴുതട്ടെ. ആയിരിക്കും. സീറോനെ നമ്മളിവിടെ 10 പോലെ കണക്കാക്കണം കേട്ടോ. 30. ഇതൊന്നും മനസ്സിലായി. സീറോ ഇതിലാണ് വരിക, ഈവനിലാണ് വരിക. അതുകൊണ്ടാണ് കേട്ടോ അതിൽ എഴുതിയത് 9830. 6859 ഓഡിൽ വരാൻ കാരണം എന്താ? അതിൻ്റെ ലാസ്റ്റ് 9 ആണ്. 9 ഓഡിലുള്ളതാണ്. അപ്പോൾ ഇത് ഓഡ് നമ്പറാണ്.